സാമൂഹിക മാധ്യമങ്ങളിലെ അശ്ലീല പരാമർശങ്ങളിൽ യൂട്യൂബർ സന്തോഷ് വർക്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം നോർത്ത് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സിനിമാ നടിമാർക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സന്തോഷ് വർക്കി അശ്ലീല പരാമർശം നടത്തിയത്. ജെവിൻ ടുട്ടു വിവരങ്ങളുമായി ചേരുകയാണ്. ടുട്ടു, എന്താണ് ഈ നടപടിക്ക് ഇടയാക്കിയ സംഭവം? ശീതളി, ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സിനിമാ താരങ്ങൾക്കെതിരെ വളരെ മോശം രീതിയിൽ ഒരു പരാമർശം കുറിപ്പായി എഴുതിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സന്തോഷ് വർക്കിക്കെതിരെ നിരവധി പരാതികൾ എറണാകുളത്തും തിരുവനന്തപുരത്തും പോലീസിന് ലഭിച്ചത്. പ്രത്യേകിച്ചും എറണാകുളത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അമ്മയിലെ അംഗങ്ങളായ 16 നടിമാർ ഒരുമിച്ച് ചേർന്ന് പരാതി കൊടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള സിനിമാ പ്രവർത്തകരും പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് ഇന്ന് ആറാട്ട് അണ്ണൻ എന്നറിയപ്പെടുന്ന ഈ സന്തോഷ് വർക്കിയെ എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആറാട്ടണ്ണൻ സന്തോഷ് വർക്കിക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ സ്ത്രീത്വത്തെ അപമാനിച്ചത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എന്തായാലും ഇന്ന് കേസ് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെയും ചില കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ഈ സന്തോഷ് വർക്കി. പലപ്പോഴും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ ചില മോശം പരാമർശങ്ങളുടെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായ വിമർശനമുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കൂടി പോലീസ് കടന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് നാളായിട്ട് ഒരുപാട് കേസുകളിലുണ്ട് ഈ സന്തോഷ് വർക്കി പെട്ടിട്ടുള്ളതാണ്. ഇതുപോലത്തുള്ള ഓരോരോ പരാമർശങ്ങളോ അതോടെ തന്നെ ഓരോരോ കേസുകളായിട്ടുണ്ടെങ്കിൽ ആറാട്ടെണ്ണം പലവട്ടം ഇതേ കണക്കൊന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. സോ ഇതൊന്നും പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമ്മൾ ചില കാര്യങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന് എന്തോ സംഭവിക്കും അല്ലെങ്കിൽ അത് എങ്ങനെ പറയാമെന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയെ പറ്റി സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. അതുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ആറാട്ടനുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ഒരുപാട് കേസുകളിൽ ചെന്ന് പെടുന്നുണ്ട്. ഒരുപാട് പേരുണ്ടെങ്കിൽ അശ്ലീലം പറയുന്നു അല്ലെങ്കിൽ ഇതേ കണക്കത്തുള്ള ഓരോരോ റൈറ്റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഇടുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകളാണ് ഇത് ആറാട്ടനെതിരെ ഒരുപാട് വന്നിട്ടുള്ളത്. സോ ചില സമയങ്ങളുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് രീതിയിലുള്ളതൊക്കെ പോസ്റ്റ് ചെയ്യണം. നമുക്കുണ്ടെങ്കിൽ ചില സമയങ്ങളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. ആ സമയത്തുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുമായിരിക്കും. പക്ഷേ എഴുതിയിടുന്ന സമയത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് എങ്ങനത്തെ ഉള്ള രീതിയാണെന്നോ എങ്ങനത്തെ ഒരു വർത്തമാന ശൈലിയാണെന്നോ എന്തെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. നമുക്കില്ലെങ്കിൽ അത് പണി കിട്ടുകയും നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നമുക്കൊരു നേരത്തെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പണി വരാൻ പാടില്ല. സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നോക്കിയും കണ്ടും വേണം ചെയ്യേണ്ടത്.